ജയലളിതയ്ക്ക് എത്രയൊക്കെ സമ്പത്തുണ്ടായിരുന്നു. തിരുനെൽവേലിയിൽ 1197 ഏക്കർ, വാലാജിപ്പേട്ടയിൽ 200 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലങ്ങള്, ഊത്തുക്കോട്ടയിൽ ബാക്കി വച്ചിരിക്കുന്ന 100 ഏക്കറുകള്, സിർത്താവൂരിൽ 25 ഏക്കറോളം വരുന്ന ഭൂതലങ്ങള്, കാഞ്ചീപുരത്ത് 200 ഏക്കറം വരുന്ന വിശാലമായ വ്യവസായ സ്ഥലങ്ങള്, 100 ഏക്കറോളം വരുന്ന സ്വകാര്യമായ മാത്രം അഗ്രികൾച്ചർ മാത്രം 100 ഏക്കർ വരുമെന്ന്. മറിച്ച് ഹൈദരാബാദില് 14 ഏക്കറോളം ഉണ്ടായിരുന്ന മന്ത്രിത്വങ്ങള്, നീലഗിരിയിലെ ഹരിതാപമായ നീലഗിരിയിലെ കോടനാട് ബംഗ്ലാവുകൾ ഉൾപ്പെടെ 898 ഏക്കർ, ഇതിനു മാത്രം 4000 കോടി രൂപ വില വരുമെന്ന്. നീലഗിരിയിലെ കോടനാട് ബംഗ്ലാവില് ആ ഒരു ബംഗ്ലാവിന് മാത്രം 4000 കോടി രൂപ വില വരുമെന്ന്. ചെന്നൈ പോയസ് ഗാർഡനില് 24,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭേദനിലയമെന്ന് പറയുന്ന ഇന്ന് പനീശ്വരൻ സ്മാരകമാക്കി മാറ്റിയ 100 കോടിയോളം വില പറയുന്ന പോയസ് ഗാർഡിനെ ഭേദനിലയെന്ന് ഏതാണ്ട് പെങ്ങളോ 21 കിലോയോളം വലിപ്പം വരുന്ന 25 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങള് ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി അവസാനമാ തടിച്ച ശരീരം മണ്ണിലോട്ട് ഇറക്കി വെക്കുമ്പോ ഇതൊന്നും ഒന്നില്ലല്ലോ ചെറുപ്പക്കാരാ. മുഖ്യമന്ത്രിയെ പോലും കാലിൽ തെറ്റിച്ച ഉരുണ്ടു പെരുത്ത ശരീരത്തിലേക്ക് ഒരു പേടിയില്ലാതെ ആ ശരീരത്തിന്റെ മുകളിലൂടെ ഇളഞ്ഞു നടന്നതാരാ? 6 മണ്ണിന്റെ ഉള്ളിൽ കാത്തിരുന്ന പുഴുക്കളും ചതലുകളും ആ തടിച്ചു കൊടുത്ത ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ കൊത്തുനുറുക്കിയപ്പോ അരുതേ എന്ന് പറയാൻ കഴിയാറ്. ജയലളിത താമസിച്ച കിടന്ന കിടപ്പുമുറിയുടെ വിസ്തീർണം നിങ്ങൾക്കറിയോ? നമ്മുടെയൊക്കെ 10 ഇല്ലെങ്കിൽ 12 ജയലളിത താമസിച്ച ബെഡ്റൂമിന് 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ടെന്നോ. 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ബെഡ്റൂമിൽ കിടന്ന പെണ്ണിന് അവസാനം അന്ത്യയാത്രയിൽ കിട്ടിയത് 6 അടിയല്ലോ. എന്റെ പെണ്ണുമോനെ, ഓ ശരീരത്തിലേക്ക് ചിതലുകളും പുഴുക്കളും കുടിച്ചു നടത്ത മാംസത്തെ കത്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുനിയാവിനെ ഇങ്ങനെ അതിമറന്ന് ജീവിക്കുമ്പോ എന്റെ നാട്ടിലെ പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് ആ മണ്ണിലേക്ക് നീ നിന്റെ ചെവി ഒന്ന് കേൾക്കണം. എന്നിട്ട് ആ മണ്ണിന്റെ സുവിശേഷം കേൾക്കണം. കേൾക്കേണ്ടത് കാസർഗോഡ് പെണ്ണ്, കേൾക്കേണ്ടത് ജോമോന്റെ സുവിശേഷമല്ല, ഖബർസ്ഥാനിലെ മണ്ണിന്റെ സുവിശേഷം ഒന്ന് കേൾക്ക്. നിന്റെ ചെവി കൊണ്ടുപോയി ഖബർസ്ഥാനിലെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ ആ മണ്ണിന്റെ ഇടയിൽ നിന്നൊരു ശബ്ദം നിന്റെ ശരീരത്തിന്റെ ചെവിയിൽ കേൾക്കാം. എന്താ ശബ്ദം എന്നറിയോ? അനബൈത്തുദ്ദീബ് 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 അനബൈത്തുൽ വഹ്ശ അനബൈത്തുൽ വഹദ. ഞാൻ ഏകാന്തതയുടെ വീടാണടാ, ഞാൻ ഞാൻ നിന്റെ മാംസവും കാത്തിരിക്കുന്ന പുഴുക്കളാണടാ. സഹോദരാ സഹോദരേ, അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കരുത്. ഇന്നമ ദുനിയാകബൈത്തിന് ദുനിയാവ് ചിലന്തിയുടെ വല പോലെയാണ്, ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന ചിലന്തിയുടെ വല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 24,000 അടി ചതുരശ്ര മീറ്ററുള്ള കിടപ്പുമുറിയിൽ കിടന്ന പെണ്ണിന് 6 അടി മണ്ണ ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. അതുകൊണ്ട് നാളെ മരിച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്നതോടാ, ആ കൊണ്ടുപോകുന്നത് അമലുൻ സാലിഹുൻ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം. അല്ലാഹു പരമാവധി സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൽക്കർമ്മം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഓടണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ നിന്നോട് സൽക്കർമ്മത്തിലേക്ക് ഓടുക. മജീദ് ബാക്കി വിവാഹത്തിന്റെ സമയത്ത് ആദ്യം ഓടിയല്ലോ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. അല്ലാഹു ഏത് നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ കരിവ് ചാരിറ്റബിൾ സൊസൈറ്റി പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, ക്യാൻസർ വന്നവർക്ക്, രോഗികൾക്ക്, വീടില്ലാത്തവർക്ക്, അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുന്നവർക്ക് അവരവരെ കൊണ്ട് കഴിയുന്ന 1 വർഷത്തെ സഹായം അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സഹായത്തിന് പാവങ്ങൾക്ക് കൊടുക്കാൻ, അപകടത്തിൽ കിടന്ന് തളർന്നു വീണവർ, അപകടത്തിൽ പെട്ടുപോയവർ, അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ
ഈ പരിപാടിക്ക് തന്നെ വലിയൊരു ചെലവുണ്ട്. ഈ സംഘാടകരെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അടുത്ത ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഒരു നല്ല സദഖ, എല്ലാവരും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. സദഖ ചെയ്ത സഹോദരങ്ങൾ അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ സദഖ ചെയ്തുവോ ആ സദഖകളെ നീ രോഗങ്ങളുള്ളവരാണെങ്കിൽ ഈ കയ്യാബക്കത്തിലേക്ക് നീട്ടുന്ന സഹോദരങ്ങൾ അവരുടെ സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. രോഗികളാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യതയെ മാറ്റണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദുൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതോടൊപ്പം തന്നെ സമയം വളരെ കുറവാണ്, നിങ്ങൾക്കറിയാലോ. എനിക്ക് വിഷയം എങ്ങനെയും പറയണമെന്നുണ്ട്. ഇനിയിപ്പോ ഏതാണ്ട് 1/4 മണിക്കൂർ കൂടിയാണുള്ളത്. ഇതൊരൊറ്റ ദിവസത്തെ പ്രസംഗമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ രണ്ടാമത് സൂക്ഷിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും, ഈ സംഘാടകർ അവരുടെ നല്ല ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഒരു സാമ്പത്തിക സഹായം ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഒരു സദസ്സ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ അല്ലാഹു ദുആ സ്വീകരിക്കും ഉറപ്പാണ്. ഞാൻ മിനിങ്ങാണ് പ്രസംഗിക്കുന്ന തിരൂരാണ്. എത്ര തീയതി? 13 അല്ലേ? 8-ാം തീയതി. ഇത് പറഞ്ഞല്ലേ? 8-ാം തീയതി ഞാൻ പ്രസംഗിക്കുന്ന തിരൂരാണ്. തിരിച്ചെരുമ്പോ ഒരു സഹോദരൻ കാണാൻ വേണ്ടി വന്നു. കുട്ടിക്ക് കയ്യിലൊരു കുട്ടിയുണ്ട്, 2 വയസ്സായി. നല്ല ഒരു ആൺകുട്ടി. ആ കുഞ്ഞ് ജനിച്ച് 4 മാസമായപ്പോ അതിന്റെ ബ്രെയിനിലേക്ക് രക്തം പമ്പ് ചെയ്തു. തലച്ചോറിൽ രക്തം കയറി ബ്ലോക്കായി. ഡോക്ടർമാര് മുഴുവനും വിധി എഴുതി കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ആ സഹോദരൻ ഭാര്യ എന്നോട് ഒന്ന് നേരിട്ട് പറഞ്ഞു, ഉസ്താദെ ഡോക്ടർമാരൊക്കെ കൈയൊടിഞ്ഞ് ഞങ്ങളുടെ മോളും മരിക്കുമെന്ന് ഉറപ്പായപ്പോ ഉസ്താദിന്റെ ഹിഫ്ദുൽ ഖുർആനിലേക്ക് ഞങ്ങളൊരു നേർച്ച സദഖ ചെയ്തു. അൽഹംദുലില്ലാഹ് കുട്ടി ശിഫയായപ്പോ 2 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ ഒരു പ്രശ്നവും. ഇതിന്റെ അർത്ഥം കബീർ വാക്കവി ഖുദ്ദിസ സിർറുഹു ആയി എന്നല്ല. ഈ പാവപ്പെട്ടവന്റെ സദസ്സൊക്കെ നല്ല ആളുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്. സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സ്, 10,000 ആളുകൾ പങ്കെടുക്കുന്ന സദസ്സ്. ഈ സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് ദുആ ചെയ്താൽ റബ്ബ് നേരിട്ട് സ്വീകരിക്കും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടെ ഞാൻ വിഷയത്തിന്റെ അവസാനത്തേക്ക് പോവാൻ. പാവങ്ങൾ, അഗതികൾ, ക്യാൻസർ വന്നവർ, രോഗം വന്നവർ, അപകടത്തിൽപ്പെട്ടവർ, ആര് സഹായിക്കാനില്ലാത്തവർ, ഈ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി അവരെ സഹായിച്ചു വരികയാണ്. ആ പാവങ്ങളെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 25,000 രൂപ വെച്ച് കുറെ സഹോദരങ്ങൾ അവരെ മനസ്സിൽ എന്താഗ്രഹമാണോ അല്ലാഹു കബൂലാക്കട്ടെ. ധാരാളം ആഗ്രഹം ഉണ്ടാകും. ധാരാളം അത്ഭുതങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഫഖ്ർ പറയല്ല. ഇന്ന് ഈ വിനീതന്റെ സദസ്സിൽ എത്തുന്നവരൊക്കെ അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും എത്തുന്നവരാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് എന്റേതെന്ന് സ്വന്തമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ നാവ് കൊണ്ട് ധാരാളം ഹാഫിളീങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങൾ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും ധാരാളം ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ സ്ഥാപിക്കപ്പെടാനും ഈ വിനീതന്റെ നാക്കുകൾ കാരണമായിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ മക്കളെ ഹാഫിളീങ്ങളാക്കണം, ഓരോ നാട്ടിൽ ഹിഫ്ദ് കോളേജ് തുടങ്ങണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാക്കാൻ ഈ വിനീതന്റെ വാതിന് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് എന്നെ കണ്ടാലും പറയും, ബാക്കവി നിങ്ങൾക്ക് അഭിമാനിക്കാൻ, നിങ്ങൾ വാതിന് വന്നതോടുകൂടി കേരളത്തിൽ ധാരാളം ഹിഫ്ദ് കോളേജുകൾ ഉണ്ടായി. ഉസ്താദ് എപ്പോഴും എന്നോട് പറയും, അല്ലാഹു മഹാനവറുകൾക്ക് ആ ലാളിത്യത്തിന്റെ സാത്വിക മുഖം ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുഭാഷാ പണ്ഡിതൻ ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ്, അല്ലാഹു മഹാനവറുകൾക്ക് കാഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രയ്ക്ക് ലാളിത്യമുള്ള ഒരു പണ്ഡിതനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്ത് നൽകട്ടെ. അതുകൊണ്ട് കാര്യം മനസ്സിലൊന്ന് വിചാരിച്ച് രോഗം മാറാൻ, പ്രയാസം മാറാൻ, സ്ഥലം വിറ്റു പോകാൻ, കടം മാറാൻ, ഗൾഫിലെ ബിസിനസ്സുകളിൽ ബറക്കത്തുണ്ടാവാൻ ഏതാഗ്രഹമാണോ റബ്ബ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബറക്കത്തോടെ ഒരു 25,000 രൂപ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്ത് പിന്നീട് ആ സഹോദരങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എന്റെ എല്ലാ സദസ്സിലും, നാളെ എന്റെ സദസ്സ്, മറ്റന്നാളത്തെ സദസ്സ്, ഏത് സദസ്സിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സും അവർക്ക് വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടെ ആരാന്ന് കൈപൊക്കിയ ഉസ്താദ് 25,000 മാഷാ അല്ലാഹ്. ഖുലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഞാൻ വന്നിട്ടാണ്, കാരണം സമയം കുറവാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ സബരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ പെണ്ണുമക്കൾ നൽകണേ അല്ലാഹ്. അവസാനം വരെ തീരുപിടിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. മാഷാ അല്ലാഹ് 25,000 രൂപ ചെക്ക് കൂടെ കൊണ്ട് നടക്കുകയാണ്. ഇവിടെ തരണമെന്നൊരു ആഗ്രഹത്തോടെ നേരത്തെ വന്ന ആളാണ്. അതാണ് സഹോദരങ്ങൾ വഅള് നടക്കുന്നു, എന്തെങ്കിലും കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ വന്നതാണ്. മാഷാ അല്ലാഹ്. ആ ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള യുവാക്കളാണ് ഇസ്ലാമിന് വേണ്ടത് റബ്ബേ. ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യ സൗഖ്യം നൽകണേ റബ്ബേ. ഈ ജീവിതത്തിൽ കൊടുത്തതെല്ലാം ഖൈറാക്കണേ അല്ലാഹ്. ഖലീല് മാടത്തെടുക്ക അല്ലാഹുവേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്തതുപോലെ ഖലീൽ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറയെ പോലെ, മക്കളെ ഇസ്മായിൽ നബിയെ പോലെ ആ കുടുംബത്തിന് നീ ആകമാനം സമ്പത്തും നീ ബറക്കത്തും നൽകണേ അല്ലാഹ്. പെട്ടെന്ന് 10 മിനിറ്റ് ഞാൻ എടുക്കും. രണ്ടാമത്തെ ആൾ 25,000 രൂപ വെച്ച് രണ്ടാമത്തെ ആൾ ഒന്ന് കൈവയ്ക്കാൻ മതി. കൂടി ഇപ്പൊ കൊടുക്കണ്ട. രോഗം ശിഫയാവാൻ അല്ലാഹു പൂർണ്ണ ശുഭ നൽകുമാറാകട്ടെ. അല്ലാഹുവേ പൂർണ്ണ ശമനം നൽകണേ അല്ലാഹ്. പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവല്ലവരത് ഇതിനു വേണ്ടി സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ മനസ്സിൽ നീ ദുനിയാവ് മാറ്റി ആഖിറത്തിന്റെ ദറജാത്തുകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. സയ്യിദുനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. രണ്ടാമത്തെ ആൾ നല്ല ആളുകളാണ്. ഇവിടെ ആകെ ഇത്രയും ആളുകൾ കൂടിയിട്ട് ഞാൻ പിരിക്കൂല. ഞാൻ സംഘാടകരെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പൈസ പിരിക്കൂല. ഇപ്പൊ ഞാൻ പൈസ പിരിക്കാൻ വാള് പറയാറേ ഇല്ല. പിന്നെ ഇവിടെ വന്നപ്പോ കുറെ ചെറുപ്പക്കാരാണ്, അവർ ചെയ്യുന്നതൊക്കെ നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തരാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, ഇതാണ് എന്റെ ജോലി. പക്ഷേ വളരെ ഖേദകരമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഏത് ടൗണിൽ പോയാലും 10,000-ൽ കുറഞ്ഞ സാരിയോ ചുരിദാറോ ഇപ്പൊ ഇല്ല. അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കും. ഓരോ കല്യാണത്തിന് ഓരോ ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കും. പക്ഷെ അള്ളാഹുടെ ദീനിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്നും ആർക്കും കയ്യിലുണ്ടാവില്ല. ആളുകളെ ഉസ്താദെ നോട്ട് നിരോധനമൊക്കെ വന്നുകൊണ്ട് വലിയ സാമ്പത്തിക ഡേറ്റാന്നാണ് പറയണ. കേട്ടാ അവർക്ക് നിരോധിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വാരിക്കോരി കൊടുത്ത് വല്ലാതെ കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒരു ഒരു ഉതിറാണ്. എന്ത് ഉതിറ്? വെറുതെ നമ്മൾ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചു എന്ന് പറഞ്ഞ മാതിരി വെറുതെ നമ്മൾ പറയണ ഒരുമാതിരി പൊട്ടിത്തരങ്ങളാണ്. അല്ലാതെ നോട്ട് നിരോധനം വന്നതുകൊണ്ട് ഉള്ളത് മാറ്റിയെടുക്കാൻ പറ്റി, പിന്നെ ഇച്ചിരി എടുക്കാച്ചിരി നിയന്ത്രണം വന്നു എന്നതൊഴിച്ച് നമ്മുടെ സമ്പത്തിനൊരു കുറവും വന്നിട്ടൊന്നുമില്ല. ഒരല്പമൊക്കെ ക്ഷീണുണ്ടായാലും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആകെ ഒരു ഖലീൽ മാത്രമുള്ളൂ 25,000 കൊടുക്കാൻ. രണ്ടാമത്തെ ഒരാൾ ഒന്ന് കൈവയ്ക്കാൻ മതി. ആ മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. 3 സ്വലാത്തിൽ സല്ലല്ലാഹു
കേളിയു 2ാം നമ്പർ 10 ലക്ഷത്തിന് ലേലം വിളിച്ചു. 7ാം നമ്പർ 5 ലക്ഷം. നമ്മുടെ വാഹനത്തിന് ഫാൻസി നമ്പറിനൊക്കെ 2 ലക്ഷം 5 ലക്ഷം ഒക്കെ. പക്ഷെ മയ്യത്ത് ആ വണ്ടി കൊണ്ടുപോകില്ലല്ലോ. കൊണ്ടുപോകണ വണ്ടിയിൽ എഴുതിയിരിക്കണേ ഇന്ന് ഞാൻ നാളെ നീ, അങ്ങനെ എഴുതും. ഒരാള് 10,000 രൂപ മാഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. മുഹമ്മദ് ഹക്കീം, അല്ലാഹുവേ ഹക്കീം എന്ന സഹോദരന് നീ ഖൈർ നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഏതാഗ്രഹത്തോടെ ആ സദഖ നൽകിയോ അദ്ദേഹത്തിന് ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് അവസാനം വരെ നീ മോചനം നൽകി കാവല് നൽകണേ അല്ലാ. പടച്ചവനെ ഒരു ചെറിയ രോഗം വന്നാൽ തകർന്നു പോകുന്ന ജീവിതം, മാരക രോഗത്തിൽ നിന്ന് നീ സദഖ ചെയ്യുന്ന സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 3ാമത്തെ ആൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന 25,000 10,000 എത്രയാണ്? 3ാമത്തെ ഒരാൾ ഇന്നല്ലാഹ സാലിസു, അല്ലാഹുവാണ് 3ാമൻ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 പേര് പറഞ്ഞാൽ എന്റെ വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കും. ഇല്ലെങ്കിൽ 10 ആകുമ്പോൾ വിഷയം പറഞ്ഞു തരും. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹുവേ. പുസ്തകത്തെ പിരിക്കാതെ പ്രസംഗിച്ചുകൂടെ? ഇത് വെക്കണമെങ്കിൽ ഇത്രയും പൈസ വേണ്ടേ? ഈ പാവങ്ങൾ ഉണ്ടാക്കണ്ടേ? നിങ്ങൾക്കൊരു വാതിന് വേണ്ടിയുള്ള സൗകര്യം ഒരിക്കലും ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. അതിനുവേണ്ടി പരമാവധി നമ്മൾ സഹായിക്കുക. സഹോദരിമാരൊരു സ്വർണ്ണാഭരണമൊക്കെ നൽകി സഹായിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ഉംറക്ക് പോകുമ്പോ ഹജ്ജിന് പോകുമ്പോ എവിടെ പോയാലും ആദ്യം ദുആ ചെയ്യുന്ന അല്ലാഹുവേ, ഇവനീന്റെ സദസ്സിൽ വരുന്നത് തന്നെ അവസാനത്തെ ദുആയിക്കാൻ. റബ്ബേ, രോഗം ബാധിച്ചവർ, ക്യാൻസർ ബാധിച്ചവർ, പ്രയാസപ്പെടുന്നവർ എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിക്കണേ എന്ന് കൈവാലയത്തിന് മുറ്റത്ത് തവാഫ് ചെയ്യുമ്പോ, സൈ ചെയ്യുമ്പോ, മദീനാറോട് ചാരത്ത് നിൽക്കുമ്പോ ആ സമയത്തൊക്കെ ചെയ്യാറുണ്ട് സഹോദരങ്ങളെ. ആ ദുആയിലും ഉൾപ്പെടാനും 6666 രൂപ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ആ സഹോദരന് മരണപ്പെട്ടു പോയ ഉമ്മാടെ കബറിടം വിശാലമാക്കണേ അല്ലാ. ആ കബറിൽ നീ ദറജാത്തുകൾ എത്തി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആ ഉമ്മാടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ നീ അവസരം നൽകണേ അല്ലാ. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് മാതാപിതാക്കളോട് സ്നേഹമുള്ള പൊന്നുമക്കളാക്കി കൊടുക്കണേ തമ്പുരാനേ. പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ 4ാമതൊരാള് ഖുലഫാഉർ റാഷിദീൻ 4 പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4ാമത്തെ ആൾ അർബഅത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ആഗ്രഹമാണ്. അല്ലാഹു ഇത് സബലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. 4ാമത്തെ ആൾ സംഘാടകർ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് പേരെഴുതി കൊടുത്തു വിട്ടാൽ മതി. നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിന എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ് ദുനിയ, ഈ ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹമാണ്. 2ാമത്തേത് വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള മരണത്തോടുള്ള വെറുപ്പാണ്. ദുനിയാവിനോട് സ്നേഹമാണ്, മരിക്കാൻ വെറുപ്പാണ്. ആർക്കാ മരിക്കാൻ ആഗ്രഹമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഈ നിൽക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ മരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ?
നമുക്കറിയാം ഞാൻ അടുത്ത നിമിഷം മരിക്കും നമുക്ക് ഉറപ്പാണ്. അതിന്റെ കൂടെ നമുക്കൊരു ഉറപ്പും കൂടെ ഉണ്ട്, ഞാനിപ്പോ ഉടനെ ഒന്നും മരിക്കൂല, ഉടനെ മരിക്കുമെന്ന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലൊരു ചിന്ത, ഞാനിപ്പോഴൊന്നും മരിക്കൂല, മോളുടെ കല്യാണം കഴിയണം, അത് കഴിയണം, ഇത് കഴിയണം. മരിക്കാനുള്ള പേടി. എന്തിനാ സഹോദര മരിക്കാൻ പേടി? മരിക്കാൻ പേടിയുള്ളത് ജീവിക്കാൻ കൊതിയുള്ളവനാണ്. ജീവിക്കാൻ കൊതിയില്ലെങ്കിൽ പിന്നെ മരിക്കാൻ പേടിയുണ്ടാവും. ജീവിക്കാൻ കൊതി വല്ലാതെ ഉണ്ടെങ്കിലല്ലേ മരിക്കാൻ പേടിയുണ്ടാവും. ഞാൻ ഫലസ്തീനിൽ ഒരിക്കലും സിയാറത്തിന് പോയപ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്ത് ചെയ്യാൻ പോവാണ്. അപ്പോ ഫലസ്തീൻ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും. ആ രീതിയിലാണ് ഫലസ്തീൻ. ഞാൻ നടന്നു മുമ്പിൽ കൊച്ചുകുട്ടി സ്കൂളിൽ പോവാണ്, ഒരു ഫലസ്തീനി ബാലൻ. ഞാൻ അവന്റെ വെറുതെ തോളിൽ കൈയിട്ട് കൂടെ കൂടി വിശേഷമൊക്കെ അറിയാം. ഒരു 10-11 വയസ്സുണ്ടാവും. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ? അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ല, എന്റെ വാപ്പ അള്ളാഹുടെ റഹ്മത്തിലേക്ക് മരിച്ചു എന്നല്ല പറഞ്ഞത്. ഫലസ്തീനെ കുട്ടി ഇസ്രയേൽ അല്ല, അവന്റെ അമ്മായപ്പൻ അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേൽ ഒരു ജന്മം മുഴുവനും തകർത്താലും ഫലസ്തീൻ തകരില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള സ്ഥലമാണ് ഫലസ്തീൻ. ഏറ്റവും പ്രതിരോധ ശേഷി അവരുടെ മനസ്സിനാണ്. എങ്ങനെ അവരെ നമുക്ക് കൊല്ലാൻ പറ്റുക? അവരെങ്ങനെ തകർക്കും? അവരെങ്ങനെയാ പിടിച്ചു നിന്നത്? ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാ അവരെ തകർക്കാൻ കഴിയാ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്ന് അവരെ തകർക്കാൻ പറ്റില്ല. മോനെ നിന്റെ ഉമ്മ, എന്റെ ഉമ്മ എന്റെ വാപ്പയുടെ കൂടെ സ്വർഗത്തിൽ പോയി. മോനെ നിന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാരെ ഈ നരാധമന്മാർ ഇസ്രയേലിന്റെ പട്ടാളക്കാരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ആ കുട്ടി പറഞ്ഞ് ഈ നരാധമന്മാർ കുന്നുകളഞ്ഞു. നമുക്ക് ഇസ്രയേലിലെ പട്ടാളക്കാരെ കണ്ട പേടി വരും. ഇങ്ങനെ പൂച്ച കണ്ണിങ്ങനെ നോക്കും. പക്ഷെ അവിടുത്തെ കുട്ടികൾ ബോൾ അടിച്ചിട്ട് അവർ നെഞ്ചത്തോട്ട് ഇടുക. ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലൂടെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ അസർ കഴിഞ്ഞിട്ട് അടക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മറുഭാഗത്ത് ഫലസ്തീനി കുട്ടികൾ ബോൾ അടിക്കുന്നുണ്ട്. ബോൾ കളിച്ചോളപ്പോൾ ഒരു ബോൾ വരും. ഇസ്രയേലി പട്ടാളക്കാരൻ തോക്കുമായിട്ടേക്ക് അവന്റെ കാലിൽ തട്ടി. അവൻ ഇവനിങ്ങനെ ശുദ്ധനായിട്ട് നോക്കി പറയും, ഇവൻ വിളിക്കണ അന്തരവാങ്ങാക്കാന്നല്ലേ, അല്ലാഹുവേ സത്യമേ നീ എന്നെ പേടിപ്പിക്കണം. ആരാ ചോദിക്കണം? മീശ വളയ്ക്കാത്ത കുട്ടികൾ. അതാണ് ആ കുട്ടികൾ. കണ്ടവരങ്ങ് പരിചയിച്ചു പോയി. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. കൊടകും ബാംഗ്ലൂരും ചിറാപ്പുഞ്ചി ഷില്ലോങ്ങും കണ്ടാ പോരാ, പൈസ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കിബില കാണാൻ പോകണം. ഫലസ്തീൻ കാണണം, ഇസ്രയേൽ കാണാൻ പോകണം. ഇസ്രയേലിലെ ടെല്ലവീവ് നഗരത്തിലെ ബീച്ചിന്റെ മറുഭാഗത്ത് കടലിന്റെ ഓരത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് യൂനുസ് എന്നാണ്. ഇസ്രയേലിലെ ടെല്ലവീവ് നഗരത്തിന്റെ കടലോരത്തൊരു പള്ളിയുണ്ട്, മസ്ജിദ് യൂനുസ്. യൂനുസ് നബിയെ തിമിംഗലം പോയി വിഴുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടാണ് യൂനുസ് നബിയെ വെളിയിലാക്കിയത്. ആ ഭാഗത്ത് ഇപ്പോഴും പള്ളിയുണ്ട്. അവിടെ പോയ അള്ളാഹുടെ കുദ്റത്തിന് ഓർമ്മ വരും. അവിടെയൊക്കെ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പണവും കെട്ടിപ്പിടിച്ച് മറ്റൊരുത്തന്റെ മുമ്പിൽ കാണിച്ചിട്ട് കാര്യമില്ല. പണക്കാര് 2 സൈസാണ്. ഒന്ന് മയില്, ഒന്ന് കസ്തൂരിമാൻ. തങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിലും പോണവർക്കൊക്കെ കൊടുക്കും. 2 ചില പണക്കാരുണ്ട്, അത് മയിലാണ്. മയിലായിട്ട് വലിയ മയിലിനെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാഴ്ച ബംഗ്ലാവിൽ ആ കൂട്ടിൻ്റെ അകത്ത് വന്ന് പീലി ഇങ്ങനെ വിടത്തി അങ്ങനെ ആട്ടി കാണിക്കും. കണ്ടോ എന്റെ പീലി കണ്ട? വെളിയിൽ നിൽക്കണമെന്ന് വല്ലതും ഉണ്ടോ? കൂട്ടിന്റെ വെളിയിൽ നിൽക്കുന്നവന് വല്ല പ്രയോജനമുണ്ടോ? അകത്ത് നിന്നിട്ട് മയിലിങ്ങനെ പീലി വിടത്തിയിട്ട് ഇങ്ങനെ ആട്ടി കാണിച്ച് വലിയ വീട് വെച്ച് വലിയ കാറ് വെച്ച് അവൻ വലിയ പത്രാസി നടന്നിട്ട് മയിലിന് മാതിരി റൊട്ടിക്കൂടെ പോണ പാവങ്ങൾ ഇങ്ങനെ ആട്ടിക്കാണിക്കും. ഈ ആട്ടിക്കാണിക്കലൊക്കെ അവന്റെ ആട്ട നിർത്താൻ വേണ്ടി അസ്രായേൽ വരുന്നവരുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക്, സിംഗപ്പൂരിൽ നിന്ന് ജപ്പാനിലേക്ക് സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോയ രാജംപിള്ള വലിയ മനുഷ്യനെ, അതേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രാജംപിള്ള, ആ രാജംപിള്ള തിഹാർ ജയിലിന്റെ സിമന്റ് ബെഞ്ചിൽ അവസാനം മരിക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പറ്റാതെയാണ് മരിച്ചു. കേട്ടോളി, ഈ പണത്തെ പൂജിക്കുന്നവര് കേട്ടോളി. പണമാണ് ദൈവം, അത് കൊടുത്താൽ ഉറവ വറ്റിപ്പോകുമെന്ന് കരുതുന്ന ആളുകൾ കേട്ടോളീൻ. രാജംപിള്ളയ്ക്ക് സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിട്ടും ബ്രിട്ടാനിയ കമ്പനി ബിസ്ക്കറ്റിന്റെ സാമ്രാജ്യത്തിന്റെ അധിപന പച്ചവെള്ളം കുടിക്കാനില്ലാതെയാണ് മരിച്ചുപോയത്. പണം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കഴിയില്ല. അത് അവസാനം പ്രയോജനം ചെയ്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് പണവും കെട്ടിപ്പിടിച്ചിരിക്കാൻ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.
അതുകൊണ്ട് മരിക്കാൻ പേടിയുണ്ടാവുക. ആ കുട്ടി എന്നോട് പറഞ്ഞ എന്റെ സഹോദരിമാരെ ഈ ഇസ്രായേലി പട്ടാളക്കാരെ ബലാത്സംഗം ചെയ്തു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ആരുമില്ലാതെ ഒറ്റക്ക് നീ ഇവിടെ താമസിക്കണ്ട, എന്റെ കൂടെ വാ, നിന്നെ ഞാൻ ഇന്ത്യയിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് നല്ല ഡോക്ടറും എഞ്ചിനീയറും ആക്കാം. ഇത് കേട്ട കുട്ടി എന്റെ കയ്യവന്റെ തോളിൽ നിന്ന് തട്ടി. എന്നിട്ട് അവൻ ചോദിച്ചു, നിന്റെ കൂടെ വന്ന ഡോക്ടറും എഞ്ചിനീയറും ആകാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്ന ഷഹീദാവാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ ഫലസ്തീനിൽ ഷഹീദാവാൻ നിൽക്കുകയാണ്. 11 വയസ്സുള്ള കുട്ടി എന്നോട് പറഞ്ഞ മറുപടിയാണ്. തട്ടി ഞാൻ അവന്റെ വാക്കിന് മുമ്പ് പേടിച്ച് പതറിപ്പോയി. അതേവരെ അറിയാവുന്ന അറബിയിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. നമ്മുടെ അറബി അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ ഈജിപ്തുകാർ ജാ പറയില്ല, ഗിബാൽ ഗിദ്ദാം ഗുദ്ദാനെ പറയും. എന്നാണ് ജബൽ എന്നൊന്നും പറഞ്ഞ അവർക്കറിയില്ല. ഗിബൽ യാ അല്ലാഹ് ഗിബാൽ ഗിദ്ദാം എന്ന് പറഞ്ഞ എന്താ? മിസ്രികളോട് അറബി പറഞ്ഞാൽ മനസ്സിലായി, അവര് ജീമ പറയൂല. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഗിബാൽ ഗിദ്ദാം എന്നാ മുമ്പിൽ മലയുണ്ടെന്നാണ് എന്റെ അർത്ഥം. ആ കുട്ടി എന്നോട് പറഞ്ഞ് എനിക്ക് ഷഹീദാവാൻ കഴിയില്ലല്ലോ. അവര് ഷഹീദാവാൻ തീർച്ചയാക്കിയവരാ. ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലല്ലേ പിന്നെ മരിക്കാൻ പേടിയുണ്ടാവും. അതുകൊണ്ടാണ് തൂക്കുകയർ മുമ്പിൽ കണ്ടപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട്, ഹുബൈബ് ലൈക നഈമുദ് ദുനിയാ, ഈ ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ കാൽപ്പാടത്തിലൊരു മുള്ളുകൊള്ളുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അള്ളാന്റെ റസൂലിനോടുള്ള പ്രണയത്തിന് അനുരാഗം തീരുമാനിച്ചു. ആ തൂക്കുമരത്തിന് കടന്നാണ് ഹുബൈബ് റളിയല്ലാഹു തആല കരഞ്ഞതുപോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ രോഗം വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള പേടിയാ. അതുകൊണ്ട് ഈ സമയം സമാപിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മകനിരുന്ന് ഖുർആൻ ഓതുന്നത്. മകനിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാ. ഇൻഫിറൂ ഖിഫാഫൻ വഖാലാ, ഇതുപോലെ മുസ്ലിം സമൂഹമാകുന്ന ഈ മുസ്ലിം സമൂഹം അൻതുമുൽ അലൈന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിലും ലോകത്തും നിങ്ങൾ ഉന്നതരാ. മഹാനവറുകളുടെ മുമ്പിലിരുന്നിട്ട് മകൻ ഖുർആൻ ഓതുകയാ. ഇൻഫിറൂ ഖിഫാഫൻ വഖാലാ, നിങ്ങളെ ശക്തിയുണ്ടാകട്ടെ ശക്തിയില്ലാതിരിക്കട്ടെ, വൃദ്ധനാകട്ടെ യുവാവാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിക്കുക. പ്രിയപ്പെട്ട പൊന്നുമകൻ വീട്ടിലിരുന്ന് ഈ ഖുർആൻ ഓതുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല ഇത് കേൾക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകളുടെ പ്രായം 80 വയസ്സാണ് പ്രായം. ഇസ്ലാമിക ചരിത്രത്തിന്റെ ചാച്ചലമായ ചരിത്രത്തിന്റെ ഏടാണിത്. 80 വയസ്സായി വാർദ്ധക്യത്തിന്റെ അവശതയിലും വിവശതയിലും ഇരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ മകനിരുന്ന് ഖുർആൻ ഓതുമ്പോ ഈ ആയത്ത് കേട്ടിട്ട് ചാടിയെഴുന്നേൽക്കുകയാ. സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടണേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചാടിയെഴുന്നേറ്റിട്ട് മകനോട് പറഞ്ഞു, മകനെ ജഹിസൂനി, വാപ്പാനെ തയ്യാറാക്കുമോനെ. എവിടെ കാണുപ്പ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ? ബുദ്ധി അവശതയാണെങ്കിലും വിവശതയാണെങ്കിലും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞതല്ലോ. അത് കേട്ടിട്ടിരിക്കാൻ കഴിയുന്നില്ല, അത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മക്കളെ ജഹിസൂനി, എന്നെ നിങ്ങളെ തയ്യാറാക്കണേ. മക്കള് പറഞ്ഞു, ഉപ്പ 80 വയസ്സായല്ലോ. വേണ്ട മക്കളെ, അവസാനം 80ാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിന്റെ അവശതയിൽ പടച്ചട്ടയണിഞ്ഞ് ഉടവാടെടുത്ത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോവുകയാ. അന്ന് യുദ്ധം നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. റോമാ സാമ്രാജ്യത്തിനെതിരെ മെഡിറ്ററേനിയൻ കടലുകളിൽ ഏതാണ്ട് 1000ഓളം കപ്പലുകൾ, ചെറു കപ്പലുകൾ കെട്ടിയിട്ട് ആ കെട്ടിയിട്ട കപ്പലുകളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് 3 ലക്ഷത്തോളം വരുന്ന റോമക്കാരോട് യുദ്ധം ചെയ്യുകയാണ്. അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആധുനിക ലോകത്തിന് മുസ്ലിം അനുഭവിക്കുന്ന ദുരിതങ്ങളോട് സമാനമുള്ള കഥ. അന്ന് മുസ്ലിമിന് ഇല്ലാതെ പോയ പടയണിയുടെ കഥ. മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന മെഡിറ്ററേനിയൻ കടല് ആയിരക്കണക്കിന് കപ്പലുകൾ ചേർത്ത് വെച്ചിട്ട് നിന്ന മുകൾ തട്ടിൽ നിന്ന് സഹാബത്ത് യുദ്ധം ചെയ്യുകയാണ്. ആനകളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്.
നടക്കുന്നത്. ആദ്യമായി ആനകളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സഹാബത്ത് മുഴുവനും പേടിച്ചോടത്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു 80-ാമത്തെ വയസ്സിൽ പട നയിച്ചു. അവസാനം യുദ്ധക്കളത്തിൽ പോയി വെട്ടി മഹാനവറുകൾ യുദ്ധത്തിൽ മുറിവേറ്റ് ബോധരഹിതനായി താഴേക്ക് വീണു. രോഗിയായി കിടന്ന് 80-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ, ഈ ആയത്ത് ഇതിനു മുമ്പ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം വെല്ലുവിളി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ആയത്ത് കേട്ടപ്പോ മഹാനവറുകളെ 80-ാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്നഘട്ടത്തിൽ മഹാനവറുകൾ യുദ്ധം ചെയ്ത് ബോധരഹിതനായി താഴെ വീട്. ആ വാഴ്ചയിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായി. സഹാബത്ത് യുദ്ധം കൊടുക്കൊണ്ടിരിക്കുമ്പോ ഈ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കപ്പലിന്റെ മേൽത്തട്ടിൽ ഷഹീദായി. മഹാനവറുകളെ കബറടക്കാൻ സ്ഥലമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സഹാബത്ത് വിഷമിക്കുമ്പോ ആ തലക്കുന്ന മെഡിറ്ററേനിയന്റെ തിരമാലകളുടെ ആരവങ്ങളുടെ നടുവ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കബറടക്കണം. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, നമുക്കല്ലേ മരിക്കാൻ പേടിയുള്ളത്, നമുക്കല്ലേ ഒടുക്കത്തെ ദുനിയാവിനോട് കൊതിയുള്ളത് പെങ്ങളെ. അവസാനം ഒരു കപ്പലിന്റെ കെട്ടറുപ്പിട്ട് ആ കപ്പലിലെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തുമായി സഹാബത്ത് മെഡിറ്ററേനിയൻ കടലിലൂടെ നീന്തി തുടിക്കുകയാണ്. 80-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ സഹാബിയുടെ മയ്യത്തും വെച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ കപ്പൽ മുമ്പോട്ട് നീങ്ങി. എവിടെയാണെന്നറിയില്ല. ഏതാണ്ട് 10 ദിവസത്തോളം ആ മയ്യത്തുമായി കപ്പൽ കടലിൽ കറങ്ങി നടന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരും ചിന്തിക്കണ്ട, ആ 10 ദിവസമായിട്ടും മയ്യത്തിന്റെ യാതൊരുവിധ ഭാവമാറ്റം വന്നിട്ടില്ല. സഹാബത്ത് പറയാ, ഷഹീദായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കപ്പലിൽ കിടക്കുന്നത് കണ്ടാൽ മഹാനവകൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെ, കണ്ണടച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധാരണ ഉറക്കക്കാരനെ പോലെ മഹാനവകളെ മയ്യത്തൊരു ദുർഗന്ധമില്ലാതെ ഒന്നടുങ്ങിപ്പോകാതെ സുഗന്ധം വമിച്ചുകൊണ്ട് കിടക്കുകയാ. 10 ദിവസം കടലിലൂടെ നീന്തി അവസാനം ഒരു തുരുത്തുരു ദ്വീപിലെത്തി. സാബത്ത് ആ ദ്വീപിൽ കബർ പിടിച്ചു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അവിടെ ഇറക്കിയിട്ട് സഹാബത്ത് തിരിച്ചുപോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് എവിടെയാണ് കബറടക്കിയതെന്ന് ചരിത്രത്തിലില്ല, സഹാബത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ താരാട്ട് പാട്ട് കേട്ട് മെഡിറ്ററേനിയൻ കടലിന്റെ ദ്വീപുകൾക്കുള്ളിലെവിടെയോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് ആളുകളെ പുനരുജ്ജീവിപ്പിക്കുമ്പോ അവരവര് മരിച്ചു കിടക്കുന്ന ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമല്ലോ. ആ സമയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ അല്ലാഹു എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് പടച്ചിറപ്പിനോട് വിളിച്ചു പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകൾ മുത്തം വെച്ചു കൊടുക്കുന്ന ദ്വീപിന്റെ മണൽത്തരിക്കുള്ളില് അടക്കപ്പെട്ട ഖബറിൽ നിന്ന് എഴുന്നേറ്റു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആധുനിക മുസ്ലിം സമൂഹത്തിന് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം മരണത്തെ കുറിച്ചുള്ള പേടിയാ, മരണത്തെ കുറിച്ചുള്ള പേടിയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ പോലെ യുദ്ധത്തിൽ വാളുകൊണ്ടുള്ള വെട്ടേറ്റിട്ട് വനത്തെ കൈപ്പത്തി വെട്ടേറ്റ് താഴെ വീഴുമ്പോ താഴെ കൈപ്പത്തി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ കൈപ്പത്തിയുടെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ തന്റെ ആ മുറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി താഴേക്ക് വെച്ച് ആ കൈപ്പത്തിയിലെ കിടത്തേക്കാല് ചവിട്ടിപ്പിടിച്ച് കൈയൊന്നും മേപ്പോട്ട് വലിക്കുമ്പോ തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി 2 കഷണമായി ഭൂമിയിൽ വീട് വേദന തിരിച്ചു വിളിച്ചുള്ള പോലെ ആ തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തി കാലിലേക്ക് വെച്ചിട്ട് ചവിട്ടിയൊരൊറ്റ വലിയ വേദന സഹിച്ചുകൊണ്ട് കൈപ്പത്തി താഴേക്ക് വീണ് താഴെ കിടന്നിട്ട് തന്റെ കൈപ്പത്തി ഇങ്ങനെ പടയുമ്പോ കൈ തണ്ടയിൽ നിന്ന് രക്തം തടം തള്ളിയാ തുടങ്ങവേ
വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ട അവസ്ഥ വരുമ്പോ താഴെ കിടക്കുന്ന കൈപ്പത്തിയെ നോക്കിയിട്ട് وفي سبيل الله ما لقيت താഴെ കിടക്കുന്ന പടയുന്ന രക്തത്തിൽ കിടന്ന് പടയുന്ന വിരലിനോട് വിരൽ പുച്ഛമേ നീ എന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു കവിത പാടുകയാണ് കാമിനിയുടെ മുഖത്ത് നോക്കിയിട്ടല്ല സ്റ്റേപ്പിൽ വെച്ച് കണ്ടവളെ കുറിച്ചിട്ടല്ല ആരാണ്ട് പെണ്ണിന്റെ മുഖത്ത് നോക്കി കാമത്തിന്റെ കവിതയല്ല പടഞ്ഞു കിടന്ന് പടയുന്ന വിരലിനെ നോക്കിയിട്ട് ആദർശത്തിന്റെ കാവ്യപല്ലതങ്ങൾ പാടിയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്റെ കൈവിരലേ നീ എന്തിനു നീ നിരാശപ്പെടണം അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ വെട്ടിമുറിക്കപ്പെട്ടതല്ലോ യാ നഫ്സിയ തുഖ്തലു തമൂതു ഹദാഹിയാലു മൗതു കബസല്ലീതു എന്റെ ഈ ശരീരം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ അർപ്പിച്ചതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിബന്ധികളും പ്രതിഹാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മളെ ചൂന്നു നിൽക്കുമ്പോ ആ സമയത്ത് പടച്ചറപ്പിന് അടിമയാകാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ 80-ാമത്തെ വയസ്സിൽ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങി അവസാന കപ്പൽ തട്ടിൽ മരിച്ചു വീട് കടലിന്റെ നടുവിൽ അടക്കം ചെയ്യപ്പെട്ട മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഞാൻ അവസാനിപ്പിക്കട്ടെ. കരുവിചാരിട്ട സൊസൈറ്റി നടത്തിയ ഈ നാട്ടിലെ സേവന തൽപരരായ ഈ സായി നാട്ടിലെ പാവപ്പെട്ട അഗതികളെയും അനാഥകളെയും നിരാലംബരെയും നിരാശ്രയരെയും നിദ്രാവിഹീനരെയും ഇന്ന് നമ്മളൊക്കെ വീട്ടില് 12 തരം കറി കൂട്ടിയിട്ട് മിട്ടാന ഭോജനം നടത്തി കിടത്തിറങ്ങുമ്പോ അങ്ങകലെ പോയി ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവ് നായ്ക്കളോട് കടുപിടി കൂടുന്ന നമ്മളൊക്കെ ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത ശീതീകരിച്ച കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിൽ കിടന്നിറങ്ങുമ്പോ ആകാശം ചോർന്നൊരുക്കുന്ന പുതിർത്ത് പെയ്യുന്ന മഴക്കാലത്ത് ചോർന്നൊരുക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാറ് കടത്തിണ്ണകളിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഇറങ്ങിയ കരിവിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് അവരെ മുൻനിർത്തിയിട്ട് പറയട്ടെ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആരാന്ന് നിങ്ങൾക്കറിയോ? 80-ാമത്തെ വയസ്സിൽ വെറുതെ ഇറങ്ങിപ്പോയതല്ല. ആരാ അബൂ തൽഹ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ ആരും സത്യവിശ്വാസിയാവില്ല. ഈ ആയത്തിറങ്ങിയ ഉടനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ ഖുർആനിൽ ആയത്തിറങ്ങി അവനവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യണമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദീനയിലെ ബൈർഹ എന്ന എന്റെ ഈത്തപ്പഴത്തോട്ടമാണ് നബിയെ. ഏറ്റവും നല്ല മുന്തി ഈത്തപ്പഴങ്ങൾ കായ്ക്കുന്ന മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന എന്റെ ബൈർഹ എന്ന തോട്ടം ഞാനിതാ സദാലിതാ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സദഖ ചെയ്യുന്നു യാ റസൂലല്ലാഹ്. ഒരായത്തിറക്കിയപ്പോ തന്റെ ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത സഹാബിയാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇന്ന് തോട്ടം എവിടെയാന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പച്ചക്കുപ്പയുടെ താഴെ വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് സലാം പറയുന്ന മസ്ജിദുൻ നബവിയിലെ ആ പള്ളിയുടെ ഉള്ളിലാണ് ഇന്ന് ബിർഹ എന്ന തോട്ടമുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുന്ന മസ്ജിദുൻ നബവിയുടെ ഉള്ളിലാണ് ഇന്ന് ആ ബിർഹ എന്ന തോട്ടമുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും
റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് എല്ലാവിധ ഖൈറുകളും ഫളലുകളും അല്ലാഹു വാരിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.